ബാംഗ്ലൂരൊക്കെ ചെന്ന് ഇറങ്ങുന്നപ്പോൾ ഉള്ളൊരു ശല്യം ഇല്ല കേട്ടോ അവിടെ. കാര്യം നമ്മൾ ബാംഗ്ലൂരൊക്കെ ചെന്ന് ഇറങ്ങപ്പെടുന്ന പറഞ്ഞാൽ അവിടെ ഈ ഓട്ടോക്കാരിങ്ങനെ വന്നിട്ട് ഓട്ടോ നമ്മൾ വലിച്ചുകൊണ്ട് പോകും, നമ്മളെ ബാഗ് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഇവിടെ അങ്ങനത്തെ സീനൊന്നുമില്ല. ഓട്ടോ എന്ന് പറയും, വേണമെങ്കിൽ കയറാം, അത്രേ ഉള്ളൂ, അല്ലാത്ത സീനൊന്നുമില്ല. ഇവിടെ നമുക്ക് അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ അണ്ടർഗ്രൗണ്ട് കാണാം. ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് നമുക്ക് അപ്പുറത്ത് ക്ലോസ് ചെയ്യണം. കാര്യം അത് അത്യാവശ്യം വലിയ റോഡാണ്. പാസേജ് കയറി വന്നിട്ട് നമ്മൾ കാണുന്നത് ചെറിയൊരു മാർക്കറ്റ് കാര്യങ്ങളുണ്ട് കേട്ടോ, ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസ് കുടിക്കുന്നോ? ഓക്കെ ഉണ്ടോ? രാവിലെ തന്നെ നല്ല തിരക്കാണ് ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട്. അതാണ് നമ്മൾ ആ കാണുന്നതാണ് സെൻട്രൽ, MTR സെൻട്രൽ ഉണ്ടോ? അതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ. അവിടെ വന്ന് നമ്മൾ നേരെ ഇപ്പുറത്ത് ചാടി. അവിടെ നിന്ന് ബസ് വേണമെന്നുള്ളവർക്ക് ബസ് വിളിക്കാം, ഓട്ടോ വേണമെന്നുള്ളവർക്ക് ഓട്ടോ വിളിക്കാം. പിന്നെ ഇവിടെ ഹോസ്പിറ്റലാണ്, മെയിൻ വലിയ ഹോസ്പിറ്റലാണ്. ഇത് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലാണ് ഉണ്ടോ? നല്ല വലിയ ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, രാജീവ് ഗാന്ധി ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്നു. നല്ല വെയിലാട്ടോ രാവിലെ തന്നെ. ഇവിടെ ഞാൻ കാര്യം കാണിച്ചിട്ടേ ഇതാണോ ചെന്നൈ കോർപ്പറേഷൻ വരുന്നത്. അടിപൊളിയല്ലേ? ഓക്കെ. പിന്നെ കുറേ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഗോൾഡൻ കപ്ലി. പിന്നെ ഇവിടെ കുറേ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇലക്ഷൻ സംബന്ധമായതും എന്തൊക്കെ കുറേ സംഭവങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. ബസ്സുകളെല്ലാം കളർഫുള്ളാട്ടോ. ഇതെല്ലാം മറ്റേ പരസ്യം ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻകം എടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ചെന്നൈ പട്ടണത്തിലും കാലുകുത്തിയിരിക്കുന്നു. ഇതുണ്ടോ, ഇതിൽ മറ്റൊരു സൈഡാണ്. എൻ്റെ കണ്ട കോർപ്പറേഷൻ്റെ വേറൊരു സൈഡാണിത്. റൂംസൊക്കെ വരുന്നത് എല്ലാം ഇങ്ങനത്തെ ഗല്ലികളിലാണ് കേട്ടോ. കാര്യം മെയിൻ ടൗണിൽ തന്നെയാണ്, കുറച്ച് സൈഡിലോട്ട് മാറി. ഇവിടെ എല്ലാം ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഉള്ള ഗല്ലികളും കാര്യങ്ങളാണ്. ഗൈസ് നമ്മളെ റൂം ചെക്ക് ഇൻ വരുന്നത് 12 മണിക്കാണ്. ഇപ്പോൾ 11 മണി കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ കഴിച്ച് ഇവിടെ കയറാം. എന്നാൽ ദോശ എടുക്കാം. ടയർഡായല്ലോ. ഈ 11 മണി കഴിഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തും ഒരു സാധനമില്ല. ഉള്ളത് മേടിച്ച് കഴിക്കാം. ആ പൂരി കിട്ടും. പൂരി അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, വെയിലത്തെ തന്നെ. സാറ് നല്ല ടയർഡായാലും കഴിച്ച് ചെറുക്കന്മാരെല്ലാം അന്തം വിട്ട് നിൽക്കാൻ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട്. ചമ്മന്തി കറിയൊക്കെ എടുത്തങ്ങ് ഒഴിച്ചിട്ടൊരു ബിരിയാണി. പക്ഷേ ആയാലും ഇനി ഒന്ന് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങോട്ടെങ്കിലും ഒന്ന് മൂവ് ആവണമെങ്കിൽ ഫ്രഷ് ചെയ്യാം. അമ്മായി ടയർഡാണ് എല്ലാവരും. അവിടെയാണ് നമ്മളെ സെൻട്രൽ വരുന്നത്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇതാണ് നമ്മളെ ഹോട്ടൽ കേട്ടോ, സെൻട്രൽ ഗസ്റ്റ് ഹൗസസ്. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ആയിട്ടില്ല, 12 ആയാലും ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈനലി നമ്മളെ റൂമിൽ കയറി. ആശ്വാസമായ കുഴപ്പമില്ല, അത്യാവശ്യം ചെയ്ത റൂമാണ്. നമ്മൾ ഇങ്ങനെ ബാച്ചിലേഴ്സിനൊക്കെ വരാൻ പറ്റുമ്പോൾ ഇങ്ങനെ റൂംസൊക്കെ സെറ്റാണ്. AC ഉണ്ട്, AC എടുത്തിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ചൂടൊന്നുമില്ല, ഒന്നുമില്ലാത്തത്. അപ്പോൾ ഫ്രഷ് ആവും, കയറി സെറ്റാ. റൂം കുറച്ച് കൺജക്ഷൻ ആയിരുന്നു കിട്ടാനായിട്ട്. അതായത് ഇവർ ഐഡിയ എടുത്തില്ല, അതിലും പണി കിട്ടി. ഇവരും ഐഡിയ എടുത്തില്ല, അവരും ഐഡിയ എടുത്തില്ല. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ ഓരോ എല്ലാ ബുക്കിംഗ് ആപ്പ് പ്രകാരം ഏതൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതായാലും നമ്മൾ ഇത് വേണം, എന്താണ് ID കയ്യിൽ വേണം. അവർക്ക് സോഫ്റ്റ് കോപ്പി കിട്ടത്തില്ല, ഫിസിക്കലി ഹാർഡ് കോപ്പി വേണം. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു, എന്നെ കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക. അപ്പോൾ അത് അവർക്ക് ബുക്കിംഗ് ഓക്കെയാണ്. പക്ഷേ അതിൽ ഞാനൊരു 100 സംതിങ് പേ ചെയ്തു. പക്ഷേ അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞു. ബാക്കി 2 പേരും കൂടെ അതിൽ പോയാണ്. അപ്പം അവിടെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. നിങ്ങളെ യാത്രയിൽ ഈ സാധനം ഒന്ന് കൈ വെച്ചേക്കട്ടോ, ആധാർ കാർഡ് എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ വെച്ചേക്കുക, അല്ലെങ്കിൽ മൊത്തം പണി കിട്ടും. എന്ത് കുളിക്കാനല്ലേ? കുളിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്താടാ ഒരു ദിവസം കുളിക്കടാ, ഇത്രയും ദൂരം വന്നല്ലേ. നമ്മൾ 4K വീഡിയോസ് ഒന്നും ഈ TV എടുക്കുന്നില്ല. ഒരു സ്ക്രീൻഷോട്ട് അടിച്ച് കിട്ടുകൊടുത്തു ഇന്ന് കറങ്ങണം കേട്ടാ. അയ്യോ ശോകം ബാ പറഞ്ഞോ ഗായ്സ്. അങ്ങനെ നമ്മളൊന്ന് പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാനായിട്ട് എത്ര നേരമായെന്നറിയാവോ? ഒരു മണിക്കൂർ അല്ലേ?
5 മിനിറ്റോളം ആയി കേട്ടോ. ഇതുവരെ ഇത് മാറുന്നില്ലടേ. വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അണഞ്ഞ്. എൻ്റെ അമ്മ പറഞ്ഞേക്കൊണ്ട് അണഞ്ഞ് കേട്ടാ. വാ അവിടെ പകുതി വരെ ഇവിടെ വരെ വന്നപ്പോൾ അടുത്ത സിഗ്നൽ. രാവിലെ നമ്മൾ വന്നപ്പോൾ തുടങ്ങിയ തിരക്കാണ് കേട്ടോ. ഇതുവരെ ഒരാൾക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോഴും ഇങ്ങനെ വന്നല്ലേ, ഫുള്ള് തിരക്കാണ്. രക്ഷയില്ലല്ലേ, ഭയങ്കര സംഭവം കേട്ടോ അത്. ചെന്നൈ കോർപ്പറേഷൻ. ഇത് ചെന്നൈ മെയിൻ ടൗണിലാണ്, സെൻറ്ററാണ്. സോ നമ്മൾ ഇവിടെ തന്നെ മെട്രോ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെയാണ് നമ്മുടെ റൂം വരുന്നത്, ആ സൈഡിൽ. സോ എല്ലാം ആക്സസിബിളാണ് ഈസി ആയിട്ട്. നമ്മളിപ്പോൾ മെട്രോയിലല്ല പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലത്ത് മെട്രോ ഇല്ല. നമ്മളിപ്പം ബസ്സിലാണ് പോകുന്നത് കേട്ടോ. ബസ് നോക്കണം. ബസ്സിൽ ഇവിടെ ഇഷ്ടംപോലെ നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന സെന്നർകുപ്പം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. സെന്നർകുപ്പത്തുള്ള ബസ്സിന് കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ എന്തോ പണി നടക്കുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇവിടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അത് കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടിട്ട് പോകണം. മാക്സിമം എല്ലാം കവർ ചെയ്തിട്ട് പോകണമെന്നാണ്. അപ്പോൾ ഇതാണ് കഴിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പ്. ഇവിടെ മൊത്തം ആൾക്കാരാണ് കേട്ടോ. ഇവിടെ നിറച്ച ആൾക്കാരാണ്. ഉണ്ടോ, ഇവിടെയൊക്കെ ആകെ തിരക്കാണ്. ഇവിടെ തന്നെയാണ് ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും എല്ലാം വരുന്നത്. ഒരു അണ്ടർഗ്രൗണ്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അവിടെ എന്തോ മാർക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അണ്ടർഗ്രൗണ്ട് അല്ലാതെ ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്. പിന്നെ അല്ലാതെ ഞാൻ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്, ഓരോരോ ബോക്സ് ടൈപ്പ് ആയിട്ടുണ്ടോ. അതും ഒരു മെട്രോയുടെ ലിഫ്റ്റാണ്. അങ്ങനെ അതിൽ കയറിയിട്ടാണെങ്കിൽ മെട്രോയിലോട്ട് പോകാം കേട്ടോ. മെട്രോ അണ്ടർഗ്രൗണ്ടാണ് വരുന്നത്. ആ കാണുന്നതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത്. ആരെയും ശ്രദ്ധിക്കാൻ പറ്റിയത് ആകെ ഓട്ടോക്കാരല്ലാതെ വേറെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആർക്കും സമയമില്ല. എല്ലാവരും അവരുടെ കാര്യത്തിൽ എൻഗേജ്ഡാണ്. അവർക്ക് അങ്ങനെ പോകണം, അല്ലാതെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ ഇവിടെ കണ്ടോ, ഒരു കനാലം എന്തോ ആണേ. ഉണ്ടോ, കനാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അണ്ടർ പാസേജിലോട്ട് പോവുക. അണ്ടർ പാസേജ് പോയിട്ട് അപ്പുറത്ത് പോകണം. ഉള്ള കണ്ടോ, ടോട്ടലി നമ്മൾ വെയിലും കാര്യങ്ങളും ഇല്ലെങ്കിൽ നല്ല രസമാണ് ഇങ്ങനെ പോകാനൊക്കെ. ഡൗട്ടും കാര്യങ്ങളൊന്നും വരാതെ എല്ലാം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഡോക്ടർ MG രാമചന്ദ്രൻ. പടി കയറാം. എസ്കലേറ്റർ ഉണ്ട്. നൈസാ. കൊള്ളാം. അത് വെയിലല്ലേ. നമ്മളെ നാട്ടിൽ ഓപ്പൺ എസ്കലേറ്ററിൽ കയറുന്ന ആദ്യമായിട്ടാണ് ഞാൻ. ഭയങ്കര രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഓപ്പൺ എസ്കലേറ്റർ. നമുക്ക് ഇതാണ് കേട്ടോ സെൻട്രൽ വരുന്നത് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. വലിയ ചെന്നൈ റെയിൽവേ സ്റ്റേഷനാണ്. നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ പാഴ്സൽ വരുന്നുണ്ട്, പിന്നെ ആൾക്കാരെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്, ഡ്രോപ്പ് ചെയ്യാൻ വരുന്നുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ പാർക്കിംഗ് ഉണ്ട് ഈ സൈഡിൽ. ഉണ്ടോ, നമ്മൾ ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. ഉണ്ടോ, ഭയങ്കര ഡോറൊക്കെ ഉള്ള സേഫ്റ്റി ബസ്സാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ പാരീസിൽ പോകും. പാരീസിലാണ് പോകുന്നത്. അപ്പോൾ 3 പാരീസിൻ്റെ ടിക്കറ്റ് എടുക്കണം. പാരീസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരീസ് അല്ല കേട്ടോ, ഇവിടെ ചെന്നൈയിൽ പാരീസ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പാരീസ് എത്തി. പാരീസിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പാരീസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ പാരീസ്. കണ്ടോ, ഇതൊരു മാർക്കറ്റാണേ. ഭയങ്കര വലിയ മാർക്കറ്റാണ്. ഇങ്ങനെ നേരെ ഫ്രൂട്ട്സ്, ഏത് തരം ഫ്രൂട്ട്സുകൾ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നേരന്നിരിക്കുകയാണ് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. എല്ലാ ടൈപ്പ് എന്തൊക്കെ സാധനമാണെന്ന് വെച്ചാൽ അറിയില്ല. നോക്കണം. മാങ്ങയുടെയൊക്കെ വലിപ്പം നോക്കി എൻ്റെ അമ്മോ. മാങ്ങ, പപ്പയ്ക്ക ഇങ്ങനെ അകത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള്. ഇതാണ് ഞാൻ പറഞ്ഞ പാരീസ്. എങ്ങനെയുണ്ട്? ചക്കപ്പഴം, എൻ്റെ മോനെ. ചക്കയൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്നു ഗൈസ്. നമ്മൾ ബസ് സ്റ്റേഷൻ വരുന്ന അവിടെയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ കളി കേട്ടോ. ഫുള്ള്
ഫ്രൂട്ട്സ് അല്ലാതെ ഒരു സാധനമില്ല ഇവിടെ. പണ്ടത്തെ ഓട്ടോള ഉണ്ടല്ലോ. എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണേ. മാതളം ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇരിക്കണമെങ്കിൽ വേറെ ലെവല്. ഓനെ മുന്തിരി നോക്കിയാൽ മുന്തിരി എന്താ അല്ലേ. ഫ്രൂട്ട്സ് എന്തോന്നാണ് ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് അല്ലേ. ചാകര പഴം ഏത് ടൈപ്പ് പഴം വേണമെങ്കിലും ഉണ്ട്. മാങ്ങയ്ക്ക് മാത്രമായിട്ടൊരു പ്രത്യേക ഷോപ്പ്. കൊള്ളാം കേട്ടോ, വെറൈറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ പാരീസ്. ഇവിടെ എന്തുകൊണ്ടാണ് പാരീസ് എന്ന് പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് സ്റ്റഡി നടത്താനുണ്ട്. താരം പേട്ട. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം കേട്ടോ. അതാണ് നമ്മൾ ബസ് സ്റ്റാൻഡ്. ഈ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. ഉണ്ടോ, അകത്തോട്ട് കയറണം. പേരയ്ക്ക് മാത്രമായിട്ടൊരു കട. പേരയ്ക്ക ഇതെന്താണ്? സപ്പോട്ട ഉണ്ടോ? ഇവിടെ നമ്മൾ ചാടണം കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ ചാടാനേ പറ്റുള്ളൂ. വേറെ ഒരു വിഷയമില്ല. ഇത് DHLൻ്റെ വണ്ടി കണ്ടോ. DHLൻ്റെ വണ്ടിയാണ് കിടക്കുന്നു. നമ്മളെ ലോജിസ്റ്റിക്സ് ഇതൊക്കെ എന്തായാലും കാണും. മെയിനല്ലേ നമ്മളെ മാർക്കറ്റ് കഴിഞ്ഞ് കൊള്ളാം കേട്ടോ. ഏകദേശം നമ്മളെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്റ്റൈലൊക്കെ വരുന്നുണ്ട് ചില സൈഡിൽ. ചാലയിലൊക്കെ പോകുമല്ലേ. ഇവിടെ ഫുള്ള് മാർക്കറ്റാണ്. സൈഡ് വൈസ് ആയാലും ഉണ്ടോ. ഇതൊക്കെ എനിക്കൊന്ന് പഴയ ബിൽഡിംഗ് ആയിരിക്കുമേ. പോറാട്ടോ. ഇത് ഇവിടെ ചോദിക്കണം ഇനി അങ്ങോട്ട് പോകാമെന്നുള്ള ബസ് കാണും. കോവളം പോകണം. ഫോണില് കോവളല്ലേ, വേറെ കോവളം. നമ്മളെ കോവളമല്ല ഗൈസ്, അത് കോവാലമാണെന്ന് തോന്നുന്നു. കോവാലം. ചെന്നാർക്കൊപ്പം പോകാനുള്ള ബസ് 101X. ഇവിടുത്തെ ഓരോ ബസ്സിനും നമ്പറുകളുണ്ട്. 60A B എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് 101X ആണ് ഈ സൈഡ് വന്നിട്ട്. അപ്പോൾ അത് നോക്കണം. ഇവിടെ കണ്ടോ പൊരി വിൽക്കുന്ന കട. പൊരികൾ കടലുകളൊക്കെ വിൽക്കുന്ന കടകളാണ്. എല്ലാം ഉണ്ട് ഇവിടെ. ഫുഡ് ഐറ്റംസ് എന്ത് സാധനം വേണമെങ്കിലും വേറെ ലെവല്. സ്നാക്സ് മാത്രം വിൽക്കുന്ന കടകളുണ്ട്. കുട്ടികളൊക്കെ വന്നിങ്ങനെ സ്നാക്സൊക്കെ മേടിക്കുകയാണേ. വാഴപ്പഴത്തിന് മാത്രം ഒരു കട. ഇതൊക്കെ ചെന്നൈയിലെ ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് കാണുന്നുള്ളൂ. കണ്ടോ കുഞ്ഞ് സമൂസ ഉണ്ടോ. അതിൽ നിന്ന് 2 എടുത്ത് കഴിച്ചോ. കുഞ്ഞ് സമൂസ. നമ്മളെ ബസ് 71E ഉണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു നമ്പറുകളാണ്. ബോർഡും ഇങ്ങനെ എഴുതി കാണിക്കും, പക്ഷേ നമ്പറുകളുണ്ട്. ഇത്രയും നേരം പാരീസ് എന്ന് പറഞ്ഞ് എന്താണെന്ന് അറിയാം സംഭവം. അത് പാരീസ് എന്നാണ്, പാരീസ് അല്ല. അത് RRY ആണ്. PARRY. നമുക്കറിയില്ലല്ലോ, അടുത്ത് വരുന്നല്ലേ ഉള്ളൂ. മറക്കരുതിന്. അല്ലാതെ പാരീസ്. നമ്മളെ ബസ് വന്ന് ഗൈസ്. അല്ലാഹു അക്ബർ. നമ്മളെ ബസ്സാണ് നിൽക്കണം. കേരള ഒരു ആശ്വാസമായി ചേട്ടാ ആ ജ്യൂസ് കുടിച്ചപ്പോൾ. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കഴിച്ചാൽ അടിച്ചാൽ മതി. ഓ അത് തന്നെ 101X. അപ്പോൾ ഗൈസ് നമ്മളെ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മളെ ബസ് നമ്മളിങ്ങനെ നെഹ്റു ബേക്കിൽ റിസർവേഷൻ അശോക് ലേലാൻഡ് ബസ്സാണ്. നൈസാണ്. ഇവിടെ നിന്ന് നേരെ ചെന്നർക്കൊപ്പത്തേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് കാണാം. അങ്ങനെ കഴിച്ച് നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇവിടുത്തെ ഇവരെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ കണ്ടു. പിന്നെ അടുത്ത കരിമീനുകളൊക്കെ അരവിന്ദ് ദിവസമില്ല. ഏറ്റവും വലിയ ചെന്നൈ. അപ്പം അതിലേക്ക് കൊണ്ടുപോകും.
അടിക്കാനുള്ള ബസ്സല്ല. കരിമ്പ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്കിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ നല്ല വിഷയമല്ല. അങ്ങനെ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തു. എന്താ നോക്കണം. വിശക്കുന്നില്ലല്ലേ? സാറിന് വിശപ്പില്ലല്ലേ? ചാർജിങ്ങാ? എത്ര വോൾട്ട്? ഇതൊന്ന് തുടച്ചായിരുന്നേ, പക്ഷേ അങ്ങോട്ട് പോയില്ലെന്നും. അതെ അതെ, ഹൈജീനിന് വേണം, ഹൈജീൻ. നമ്മളെ സാധനം വന്നിട്ടുണ്ട്. അതെന്താ മധുരമാണോ? ഡെസേർട്ട് നല്ല ബിരിയാണി കേട്ടോ, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ടേസ്റ്റൊക്കെ ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ മുട്ടയൊക്കെ ഉണ്ട്, മുട്ടയിൽ ചിക്കൻ, കോഴിയുണ്ട്, കോഴി ഇതാ പൊങ്ങി വന്ന്. സലാഡുണ്ട് കേട്ടോ, റൈത്ത ആവശ്യമുള്ളത് തന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ, അൺലിമിറ്റഡ് ആണ് റൈത്ത. ഓക്കെ, പിന്നെ ഇത് ഒരു കുളമ്പ് തന്നിട്ടുണ്ട്. എന്തൊരു കുളമ്പാണോ എന്തോ. ഇതെന്താ മീൻകറി ഉണ്ട് കേട്ടോ ബിരിയാണിയുടെ അവിടെ. മീൻകറി അല്ല ഇത് സംഭവം. മറ്റേ ബിരിയാണിക്ക് പൂസ കൊള്ളാം കേട്ടോ. പൂസ പോലത്തേക്ക് ഒരു സാധനം, എന്തിനാണോ എന്തോ, പൂസയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ബിരിയാണിയിൽ പപ്പടവും ഇല്ല. പിന്നെ ചിക്കൻ ഒരു പീസാണ്, മുട്ട ഒന്ന് കിട്ടിയത്, അത് വലിയ പാക്കറ്റ്. കൊള്ളാം കേട്ടോ, ബിരിയാണി കൊള്ളാം. അത് മാത്രമേ ഇല്ല അല്ലേ? അച്ചാർ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. ഉച്ചങ്ങളുണ്ടായി പൊളിയായിരുന്നേ. സാറ് പറഞ്ഞ പ്രകാരം ഇവിടെ മയോണൈസ് അച്ചാറും നിർത്തിയെന്നാണ് പറയുന്നത്. ഉള്ളതാണോ ഫേക്ക് നിൽക്കുകയാണെന്ന് പറഞ്ഞത്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സാധനം ഇനി ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു.